In the previous videos, we were discussing various methods of water treatment, especially the treatment like water softening methods, then desalination, then color, taste, odor removal. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇനിയിപ്പം ലാസ്റ്റ് ആ മൊഡ്യൂളിനകത്ത് വരുന്ന ഒന്ന് രണ്ട് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണ്. ലാസ്റ്റ് മെത്തേഡ്സ് രണ്ടെണ്ണമാണ് ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഫ്ലൂറിഡേഷൻ and next one will be defluoridation. Okay, fluoridation ആ ടേമിൽ തന്നെ നമുക്കറിയാം ഫ്ലൂറൈഡ് കണ്ടന്റ് കൊടുക്കുന്നൊരു പ്രോസസ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലൂറൈഡ് കണ്ടന്റ് കുറവാണെങ്കിലും അല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഒക്കെ നമ്മുടെ വാട്ടറിനകത്ത് ആ പ്രസൻസ് കൂടുതലോ കുറവാണെങ്കിൽ നമ്മുടെ ടീത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, അതേപോലെ ബോൺസിന് പ്രശ്നമുണ്ട്. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ പറയുന്ന കുറച്ച് കോൺസെൻട്രേഷൻ വാല്യൂസ് ഓർത്തിരിക്കുക. കോൺസെൻട്രേഷൻ 0.7 to 1.2 ppm ആണെങ്കിൽ, അത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഡെന്റൽ ക്യാരീസ് കുറയ്ക്കാൻ പറ്റും. ഈ പല്ലിനിടയ്ക്ക് കറുത്ത കളറിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഇൻഫെക്ഷൻ പോലൊരു സംഭവമാണ് ഈ പറഞ്ഞ് ഡെന്റൽ ക്യാരീസ്. ഫിഗർ എടുത്ത് നോക്കുക, ഗൂഗിളിൽ വല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു 0.7 to 1.2 ppm ആണെങ്കിൽ നമുക്ക് ഇത് വരാതെ ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ 3 ppm കൂടുതലാണെങ്കിൽ നമ്മുടെ പല്ലിനുള്ള ബ്ലാക്ക് ടു ബ്രൗൺ സ്റ്റെയിൻസ്, അതായത് പല്ല് ഒരു യെല്ലോയിഷ് കളറിലൊക്കെ ഇരിക്കുന്നൊരു നമുക്ക് ഫിഗറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടൈപ്പുള്ള മോൾട്ടിങ് ഓഫ് ടീത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഫ്ലൂറിഡ് കണ്ടന്റ് കുറവാണെങ്കിൽ ഡെന്റൽ ക്യാരീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 0.7 1.2 ഇടയ്ക്കാണെങ്കിൽ ഓക്കെ, ആ രീതിയിൽ ശ്രദ്ധിക്കുക. ഇനിയിപ്പം നമ്മുടെ വാട്ടർ കണ്ടന്റിൽ ഫ്ലൂറൈഡ് കണ്ടന്റ് കുറവാണെങ്കിൽ നമുക്ക് അത് റേസ് ചെയ്യാവുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ ഫ്ലൂറിഡേഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ആണ് സോഡിയം ഫ്ലൂറൈഡ് NaF, സോഡിയം സിലിക്കോ ഫ്ലൂറൈഡ് Na2 SiF6 ആൻഡ് ഹൈഡ്രോഫ്ലൂറോസിലിക് ആസിഡ് H2SiF6. ഈ പറഞ്ഞ ടേംസ് ഓർത്തിരിക്കുക. അതേപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്നുകിൽ പൗഡർ ഫോം അല്ലെങ്കിൽ സൊല്യൂഷൻ ഫോം, ഇങ്ങനെയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ ആണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ ടെമ്പറേച്ചർ വെച്ച് നമുക്ക് ഒരു റെക്കമെൻഡഡ് ഫ്ലൂറൈഡ് കണ്ടന്റിൻ്റെ ഒരു വാല്യൂസ് ഉണ്ട്. അതായത് റെക്കമെൻഡഡ് ആനുവൽ ആവറേജ് മാക്സിമം ഡെയിലി ടെമ്പറേച്ചർ. അപ്പം ആനുവലായിട്ട് ഒരു ഡെയിലി ആയിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ്റെ വെച്ച് നമുക്കൊരു ഫ്ലൂറൈഡ് കണ്ടന്റ് വേണം പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ 50 തൊട്ട് 53.7 റേഞ്ചിലാണെങ്കിൽ ടെമ്പറേച്ചർ എങ്കിൽ ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഈസ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, റെക്കമെൻഡഡ് ഫ്ലൂറൈഡ് വാല്യൂ 1.2 ആണ്. അതേപോലെ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. 79.3 to 90.5 ആണ് ടെമ്പറേച്ചർ, ആനുവൽ ടെമ്പറേച്ചർ എങ്കിൽ 0.7 ആയിരിക്കണം നമ്മുടെ കണ്ടന്റ്. ബാക്കി ഇടയ്ക്കുന്ന വാല്യൂസും ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം മതി, കാണാൻ പഠിക്കേണ്ട. ഫ്ലൂറൈഡ് കണ്ടന്റ് നമുക്ക് വേരിയേഷൻ വരുമ്പോഴത്തേനും റെക്കമെൻഡേഷൻ വരുന്നത് വിത്ത് റെസ്പെക്ട് ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പം ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി, കാണാൻ പഠിക്കാൻ പറ്റുന്നവർ കാണാൻ പഠിക്കുക, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു വാല്യൂസ് റേഞ്ച് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയിപ്പം വരുന്നൊരു ടേമാണ് ഡീഫ്ലൂറിഡേഷൻ. അപ്പോൾ ഫ്ലൂറിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്ലൂറൈഡ് കണ്ടന്റ് കുറവാണെങ്കിൽ നമ്മൾ ഇത് എൻഹാൻസ് ചെയ്യുന്നു. അതേപോലെ നേരെ ഓപ്പോസിറ്റ് എക്സസീവ് ഫ്ലൂറിഡ് കണ്ടന്റ് ആണെങ്കിൽ നമ്മളത് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഈ പറഞ്ഞ 8 തൊട്ട് 20 ppm വരെ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള വാട്ടർ നമ്മൾ കണ്ടിന്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോണിനകത്തൊക്കെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ക്രിപ്ലിംഗ് ഫ്ലൂറോസിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പം എക്സസ് ഫ്ലൂറൈഡ് കണ്ടന്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ ഡീഫ്ലൂറിഡേഷൻ. ഓക്കെ, ഇനിയിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോമ്പൗണ്ട്സ്, ഈ പറഞ്ഞ ഡീഫ്ലൂറിഡേഷൻ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സിന്റെ പേര് പറയുകയാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്സ്, ബോൺ ചാർക്കോൾ, സിന്തറ്റിക് ട്രൈകാൽഷ്യം ഫോസ്ഫേറ്റ്, ഫ്ലൂറക്സ്, അയൺ എക്സ്ചേഞ്ചർ, ലൈം, അലൂമിനിയം കോമ്പൗണ്ട്സ് ആൻഡ് ആക്ടിവേറ്റഡ് കാർബൺ. ഈ ഒരു മെത്തേഡ്സ് ഒക്കെയാണെന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി, 3-4 ലിസ്റ്റ് ചെയ്യുക. ഒരിക്കലും ഡീഫ്ലൂറിഡേഷൻ അങ്ങനെ വലിയ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ഇൻ കോമ്പിനേഷൻ വിത്ത് അതർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം കളർ, ഓർഡർ, ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ എഴുതി പോകാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ പറഞ്ഞ് ഫ്ലൂറിഡേഷൻ ആൻഡ് ഡീഫ്ലൂറിഡേഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 5 ദ ഡിഫറെൻറ്റ് ടോപ്പിക്സ് അണ്ടർ മിസ്ലേനിയസ് ട്രീറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം മിസ്ലേനിയസ് നമ്മൾ ഇനീഷ്യലി പറഞ്ഞ കാര്യങ്ങളിനകത്തൊന്നും വന്നിട്ടില്ല, പക്ഷേ ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റിനകത്ത് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അഡീഷണൽ ആയിട്ട് വരുന്ന മെത്തേഡ്സ് ആണ് ഈ പറഞ്ഞ അഡീഷണൽ വരുന്ന മിസ്ലേനിയസ് മെത്തേഡ്സ്. മിസ്ലേനിയസ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിവതും പറ്റുന്നതൊക്കെ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഡ്രോ ദ ഫിഗർ ആൻഡ് മാർക്ക് ദ ഡിഫറെൻറ്റ് പാർട്സ്. പിന്നെ കഴിവതും ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാവുന്ന ടേംസിൻ്റെ കെമിക്കൽ ഫോർമുലാസ് എഴുതാൻ ശ്രമിക്കുക. കഴിയുന്നതും 1-2 കെമിക്കൽ ഫോർമുല ഓരോന്നിൻ്റെ കേസിൽ പഠിക്കുക, ഓർക്കാൻ പറ്റുന്നതൊക്കെ എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡീഫ്ലൂറിഡേഷൻ്റെ ടെക്നിക്സ് ഒരു 6-8 കാര്യങ്ങളുണ്ട്. ഒരു 3-4 ഓർത്തിരിക്കുക. ഇതിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വലിയ ആവശ്യമില്ല, ജസ്റ്റ് ഈ പറഞ്ഞ
തിയറി എന്ന് ഓർത്തിരിക്കുക. ഓക്കെ.